ശിവാംശമാണ് രുദ്രൻ. ഏകദേശ സംഹാരമായ യുഗാന്ത്യ സംഹാരകനാണ് രുദ്രൻ. യജുർവേദത്തിൽ ശ്രീരുദ്രം പുനഃസൃഷ്ടിയെപ്പറ്റി വളരെ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു. അവ മന്ത്രങ്ങളായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനമുരുകി ജപിച്ചാൽ ഈ മന്ത്രങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ പുനർജീവിപ്പിക്കുന്നു. അതുമാത്രമല്ല, രുദ്രശക്തിയെ സ്തുതിച്ച് രുദ്രൻ്റെ പ്രപഞ്ചരൂപത്തെ വർണ്ണിക്കും വിധത്തിലാണ് ശ്രീരുദ്രം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആഹൂതികൾ സമർപ്പിച്ച് ശ്രീരുദ്രനെ സ്തുതിക്കുന്ന അത്യധികം ശക്തിയുള്ള പ്രാർത്ഥനാ രീതിയാണ് രുദ്രഹോമം. ശ്രീരുദ്രം മന്ത്രങ്ങൾ ഓതിക്കൊണ്ട് ശ്രീ പരമേശ്വരന് പലവിധ ഉന്നതമായ പദാർത്ഥങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതാണ് രുദ്രാഭിഷേകം. ചമകം വേദശാസ്ത്രങ്ങളിലും വൈദിക പാരമ്പര്യത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ് ശ്രീരുദ്രത്തിനുള്ളത്. വിദ്യകളിൽ ഏറ്റവും ഉന്നതമായതാണ് വേദങ്ങൾ. വേദമന്ത്രങ്ങളിൽ ഏറ്റവും ഉയർന്നത് രുദ്ര ഏകാദശിനി. രുദ്രമന്ത്രങ്ങളിൽ ഏറ്റവും ഉയർന്നത് പഞ്ചാക്ഷരി മന്ത്രമായ നമഃശിവായ ആണ്. നമഃശിവായ എന്ന മന്ത്രത്തിൽ ശിവ എന്ന രണ്ടക്ഷരം എല്ലാറ്റിനും മേലെയാണ്. വൃക്ഷത്തിനടിയിൽ ഒഴിക്കുന്ന ജലം എല്ലാ ശിഖരങ്ങളിലേക്കും വലിച്ചെടുത്ത് ആ വൃക്ഷത്തെ ശക്തിപ്പെടുത്തുന്നത് പോലെ രുദ്രജപം മൂലം ശ്രീരുദ്രനെ സ്തുതിക്കുമ്പോൾ എല്ലാ ദേവന്മാരും സംപ്രീതരാകും. ഇത് സകലവിധ പാപങ്ങളിൽ നിന്നും മോചനം നൽകുന്ന ഉത്തമമായ പ്രായശ്ചിത്ത ഹോമമായും ഉന്നതമായ ആത്മീയ സാധനയായും കണക്കാക്കുന്നു. രുദ്രജപത്താൽ എല്ലാ ദേവതകളും സംപ്രീതരാകുന്നു എന്നതിനാൽ നമ്മുടെ എല്ലാവിധ പ്രാർത്ഥനകളും നിറവേറ്റപ്പെടുന്നു എന്നത് പരമസത്യമാണ്. രുദ്രജപം മനഃശുദ്ധി നൽകുകയും പാപവിമോചനം നൽകുന്നതുമാണ്. ചുരുക്കി പറഞ്ഞാൽ, എല്ലാറ്റിനും മേലെയുള്ള പരമ്പൊരുളിൽ നിന്നും ആത്മീയ രീതിയാലുള്ള എല്ലാവിധ ഫലങ്ങളും നൽകുന്ന സാധനയാണ് രുദ്രാഭിഷേകം. രുദ്രൻ്റെ കണ്ണുകളിൽ നിന്നും ഉരുവായതാണ് രുദ്രാക്ഷമെന്ന് വേദങ്ങളിൽ പറയുന്നു. ശ്രീ പരമേശ്വരൻ്റെ അംശമായതിനാൽ രുദ്രാക്ഷത്തിന് ഔഷധ ഗുണവും ആത്മീയ ഉന്നതിയും ഉണ്ട്. രുദ്രാക്ഷധാരണം ഈ രണ്ട് ശക്തികളും നൽകുന്നതാണ്. രുദ് എന്നാൽ പാപങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മോചനം നൽകുന്നത് എന്നാണ് അർത്ഥം. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, സൂര്യൻ, ചന്ദ്രൻ, പ്രാണശക്തി എന്നീ 8 ശക്തികളും രുദ്രൻ തന്നെ. ഓം നമഃശിവായ. തിരുച്ചിറ്റമ്പലം.